ഈ ദുനിയാവിൽ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കാത്ത പെണ്ണുങ്ങളിൽ ഒരു പെണ്ണേതാണെന്നറിയോ? ഒരു രാത്രി കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാത്തവൾ. ഇന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അവരെ ലാ തുർഫഉ സ്വലാത്തുഹും ഫൗഖ റൂസിഹിം ശിബ്റാൻ, അവരുടെ നിസ്കാരവും നോമ്പും സ്വലാത്തും സക്കാത്തും ഹജ്ജും ലാ തുർഫഉ സ്വലാത്തുഹും ഫൗഖ റൂസിഹിം ശിബ്റാൻ. മര്യാദക്ക് ഭർത്താവിനോട് പെരുമാറാത്തോൾ ജന്തിനടി നിസ്കരിക്കണേ, ജന്തിനടി സ്വലാത്തിലാണ്. സലാത്തല്ലേലുണ്ട്. നല്ല വാക്ക് പറയണം. ആരോട് ആരോട്? ഭർത്താവിനോട് നല്ല വാക്ക് പറയാം. ഭർത്താവിന്റെ മോശത്തരത്തിൽ ക്ഷമിക്കുക. ഭർത്താവ് മോശത്തരം. ഒരു സ്ഥലത്തേക്ക് പോയി അയ്യൂബ് നബിയുടെ ഭാര്യ വരാൻ ലേശം നേരം വൈകി. ഒരു അത്യാവശ്യ കാര്യത്തിന് തന്നെ പോയതും സൊറ പറയാൻ പോയതല്ല, ഒരല്പം നേരം വൈകി. അപ്പോൾ അയ്യൂബ് നബി ശപഥം ചെയ്തു. എന്ത്? എന്റെ രോഗം മാറിയാൽ ഞാൻ നിന്നെ 100 അടി അടിക്കും. ഇതിൽ പാടുണ്ട്. എന്നാ പെണ്ണുങ്ങളെ പറഞ്ഞോ, നിങ്ങൾ 100 അടിയല്ലേ, അപ്പൊ നിങ്ങളെ എന്താ കാട്ടണം എനിക്കറിയാം. ഞാൻ ചക്കാക്കാൻ വിളിച്ചത് 200 അടി എന്നാണ് പറഞ്ഞത്. രോഗം മാറി ശപഥം നിറവേറ്റും വേണം. അപ്പോൾ 100 എതളുകളുള്ള ഒരു ചെറിയ പുല്ലിൻ്റെ കറ്റ കൊണ്ട് ഒരടി അടിക്കാൻ അള്ളാഹു ശപഥം നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഇത് പാഠാണ്, ഖുർആനിലെ പാഠാണ്. അതായത് ഭർത്താവ് പറഞ്ഞാലും വേദനയില്ലാതെ ആ ശപഥം നിറവേറ്റി അയ്യൂബ് നബി. ഇതിൻ്റെ മയനെന്താ? ഭർത്താവ് ദേഷ്യപ്പെടും, ഭാര്യ ദേഷ്യപ്പെടരുത്. ഭർത്താവിന് ഭാര്യക്ക് 1000 സ്വലാത്തി അല്ലല്ല അവളെ നന്മ, ഭർത്താവിൻ്റെ മുന്നിൽ ഒതുങ്ങിക്കൊടുക്കലാണ്. അപ്പോഴേ ആ കുടുംബം നല്ല നിലക്ക് പോകുള്ളൂ. ഇന്ന് കുടുംബം നല്ല നിലക്ക് പോകുന്നില്ല. ഒരാഴ്ചക്കുള്ളിൽ 3 ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെണ്ണുങ്ങൾ പോയി 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 3 ആൾ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെയും ഈ വെള്ളിയാഴ്ചൻ്റെ ഇടയിൽ 3 മാന്യന്മാർ, പൈസ ഉള്ളവർ, മുതലാളിമാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെണ്ണുങ്ങൾ പോയിട്ട് ഉസ്താദേയാണ്. എൻ്റെ പെണ്ണുങ്ങൾ വന്നു നിൽക്കാലം വരെ ഒരാളിനോട് പറഞ്ഞിട്ടില്ല. അടുത്ത കാലത്ത് നമ്മൾ പോയിരുന്നു, പിന്നെ വന്നു പോയാൽ പോയി പോയി പോയി. എൻ്റെ കാര്യം അവർക്കൊക്കെ തീനുണ്ടാവും. എന്ത് തീന്? പറയേ, നിസ്കാരം, നോമ്പ്, സലാത്ത്, മറവൂര്, പിന്നെ തൃപ്പഞ്ചി, പിന്നെ എറുവാടി ഗ്രൂപ്പ്, ഉംറ ഗ്രൂപ്പ്, കോടി സലാത്ത് ഒക്കെ ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് ഭർത്താവിന് ഒതുങ്ങി കൊടുക്കൂല. എന്നെ 100 അടി അടിക്കുന്ന എൻ്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞ അത് നമുക്ക് കാണാം. ഓളപ്പ തന്നെ ഫോൺ ചെയ്ത് പറയും, പിന്നെ കുഞ്ഞുമാനെ മൂപ്പർക്ക് എന്നെ തല്ലാനൊരു പരിപാടി ഉണ്ട്, ഞാൻ വിളിക്കട്ടാ. കുഞ്ഞുമാനെ ചങ്ങായിമാരോട് പറയും, എൻ്റെ അളിയനെ എൻ്റെ കൊടുക്കൽ ആവശ്യമുള്ള സമയമാണ്, ഞാൻ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടാ. ഏതായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അർജന്റീന ഗ്രൂപ്പും, മനസ്സിലായില്ല, ടീമുണ്ടല്ലോ. ആ അളിയനെ പെങ്ങളെ എപ്പോഴും വിളിച്ചാ അടിക്കേണ്ടി വരും. നല്ല മുത്തക്കിങ്ങളാണ്, ഭാര്യ വരുന്നില്ല. എത്ര കൊല്ലം? 14-18 കൊല്ലം കൂടെ കിടന്ന പെണ്ണുങ്ങൾ വരുന്നില്ല. ഇവർക്ക് എന്താ പണി? രാവും പകലും പാറയുടെ ചെങ്ങ എന്താ പണി? നിസ്കരിക്കുക, നോമ്പ് കളിക്കുക, ഖുർആൻ ഓതുക, 1 കോടി സലാത്ത്. റബീഉൽ അവ്വൽ ആവുമ്പോഴത്തേന് തീരണം കേട്ടാ. എന്ത്? 1 കോടി കുറയരുതേ, റബീഉൽ അവ്വൽ ആവുമ്പോ തീരണം കേട്ടാ. ഭർത്താവ് കേൾക്കും. എൻ്റെ അമലെന്താ? നിനക്ക് പടച്ചോ സ്വീകരിക്കണ അമലെന്താ? പെണ്ണിന്റെ അമലെന്താ? പറ, പെണ്ണിന്റെ അമലെന്താ? എന്താ പെണ്ണിന്റെ അമല്? ധാരാളം വേറെ ഒരു നബിച്ചിനെ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. പെണ്ണിന്റെ അമലെന്താ? പറ, എന്താ പെണ്ണിന്റെ അമല്? എന്താ ഖദീജയുടെ അമല്? എന്താണ് ഖദീജ? നഫ്സും മാലും ആർക്കട് കൊടുത്തു? ഭർത്താവിനോട് കൊടുത്തു. അതാണ് ഖദീജ. പഠിക്ക്, അതാണ് ഖദീജത്തുൽ കുബ്ര. അബീ താലിബിൽ ഇവരെ ബന്ദിയാക്കിയപ്പോൾ ഖദീജ ബീവിക്ക് പോരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവര് ബനു ഹാശിമിനെയാണ് അവർ എന്താക്കിയത്? ഉപരോധിച്ചത്. അവിടേക്ക് പോകേണ്ട ആവശ്യം ബനു അസദിൽപ്പെട്ട ആളാണ് ആര്? ഖദീജ ബീവി. ഖദീജ ബീവിക്ക് കൂടെ പോകേണ്ട ആവശ്യമില്ല. കരിഞ്ഞു, നിങ്ങൾ വരണ്ടിട്ട് അറിയുമ്പോ കരിഞ്ഞു. ഖദീജ ബീവിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. കരിഞ്ഞു, ഞാൻ പോലും ചെയ്യും. ആ ഖദീജ ബീവി ആ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് ആ കൂട്ടത്തിൽ ബാക്കിയുള്ള ഒരു ഭക്ഷണം കഴിച്ച് ഖദീജ ബീവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും.
ഇവർക്കൊന്നുമില്ല. ഇവർക്ക് പൈസ കൊടുത്തവരെ പീടിന്ന് വാങ്ങി കൊടുക്കരുത് എന്ന നിയമമാണ് മക്കൾക്ക്. വൈകുന്നേരം ഇങ്ങനെ അട്ടിപ്പാത്രത്തിൽ കൊണ്ടുവരും. ആരോൾക്ക്? ഖദീജ ബീവി. ഈ ഭക്ഷണം മുഴുവൻ അവിടെയുള്ള ദരിദ്രന്മാർക്ക് മുഴുവൻ കൊടുക്കും. എന്നിട്ട് പട്ടിണി കിടക്കും. പട്ടിണി കിടന്ന് മരിച്ച ആളാണ് ആര്? പറയണ പട്ടിണി കിടന്ന് മരിച്ചു. എന്നാലോ അട്ടിപ്പാത്രം. ഒരിക്കൽ ഭക്ഷണം കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് പിടികൂടി അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ആർക്കുള്ള ഭക്ഷണം കൊണ്ടുവരും? ഇവിടെ ഉപരോധിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാണോ ചോദിച്ചു. അതിന് ഭക്ഷണം കൊണ്ടുവന്ന ആള് ബനു അസദിൽപ്പെട്ട ആളാ. ഞങ്ങളെ അമ്മായിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. എന്റെ അമ്മായി പറഞ്ഞോടുകൂടെ അസദ് കബീലക്കവറിനെ അടിച്ച് തള്ളിയിട്ടു. ആരെ? അബൂജഹലിനെ. ഞങ്ങളെ അമ്മായിക്ക് ഭക്ഷണം കൊടുക്കാൻ എതിർക്കാൻ ആരുടെ വിഷയം? ഈ ഭക്ഷണം കൊണ്ടാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന കുട്ടിയെ ഒരിക്കൽ ആര് തടഞ്ഞിട്ടുണ്ട്? അബൂജഹൽ തടഞ്ഞിട്ട് അസദ് കബീലക്കാര് അടിയാണ് കൊടുത്തു. അതുകൊണ്ടാണ് ആ ഖദീജ ബീവി എന്നും തോന്നുമായി മരിച്ചു. മനസ്സിലായി? എന്റെ ഭർത്താവിന് വേണ്ടി ഷഹീദായി. ഷഹീദത്തുൽ ഇഷ്ഖ്. പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ് ആര്? പ്രേമത്തിന്റെ രക്തസാക്ഷി. ആരോടുള്ള പ്രേമം? ഭർത്താവിനോടുള്ള പ്രേമം. പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ് ആര്? ഷഹീദത്തുൽ ഇഷ്ഖ്. ഷഹീദത്തുൽ ഇഷ്ഖ്. എന്തിന്റെ രക്തസാക്ഷി? പറയട്ടെ, എന്തിന്റെ രക്തസാക്ഷി? പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ് ഖദീജ ബീവി. അല്ലാഹു നാഫിഅ ഇൽമ തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്തിക്കാം. പെണ്ണിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഏർപ്പെടല. ഭർത്താവിന് അതാ പെണ്ണിന്റെ ബാധ്യത. അവിടെ പെണ്ണിന്റെ മികവ്. അതിന് കുട്ടികളില്ല. പെണ്ണ് ഭർത്താവിന് 90 വയസ്സാണെങ്കിലും ഭർത്താവിന്റെ കട്ടിലിൽ തന്നെ കിടക്കുക എന്നുള്ളതാണ് പെണ്ണിന്റെ ബാധ്യത. അത് ഭർത്താവിനെ എന്നെ കിടക്കുക, എന്നെ ഭർത്താവിന്റെ കൂടെ കിടക്കുക. അത് 90 വയസ്സായാലും ഇല്ലെങ്കിൽ എൻ്റെ മൂപ്പര് പറയണം ഇവിടുന്ന് മാറിക്കിടക്കുക. മൂപ്പര് പറയാത്ത കാലത്തോളം ഭർത്താവിൻ്റെ കട്ടിൽ കിടക്കലാണ് പെണ്ണിൻ്റെ സലാഹിയത്ത്. 10,000 കോടി സ്വലാത്തി അല്ല, ഭർത്താവിൻ്റെ കട്ടിൽ കിടക്കുക. അവിടെ കിടക്കാൻ ശൈത്താൻ സമ്മതിക്കൂല. അല്ലാഹു മനസ്സിലാവുണ്ട് പറഞ്ഞത്. അവിടെ ശൈത്താൻ സമ്മതിക്കൂല. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇതൊക്കെ ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണാകപ്പെട്ട പെണ്ണ ഭർത്താവ് സൗജുഹ അലൈഹാ സാഖിത്തുൻ. ഭർത്താവ് കോപിഷ്ഠനാണ് എങ്കിൽ, ഒരു പെണ്ണിൻ്റെ ഭർത്താവ് കോപിഷ്ഠനാണെങ്കിൽ ലാ തുർഫഉ സ്വലാത്തുഹും ഫൗഖ റൂസിഹിം ശിബ്റാൻ. ഒരു ചാണ് പോലും അവരുടെ അമൽ പൊങ്ങൂല. അമൽ പൊങ്ങണം. ഇതുവരെ കല്ലാ 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 ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ وما أدراك ما عليون كتاب مرقوم يشهده المقربون كلا إن كتاب الأبرار لفي علين. ഒരാളെ അമലി ഉയർന്ന് എവിടെ എത്തണം? എല്ലിയിലെത്തണം. അതിന് ലാ തുർഫഉ സ്വലാത്തുഹും ഫൗഖ റൂസിഹിം ശിബ്റാ. അവരുടെ അമൽ ഒരു ചാണ് പോലും പൊങ്ങൂല. അതിൽപ്പെട്ട ഒരാളാരാ? ഒരാളാരാണ്? ഇംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്തുൻ. ഭർത്താവിന്റെ കോപത്തിൽ ഒരു രാത്രിയെങ്കിലും കഴിഞ്ഞു പോയ പെണ്ണ്. ഓന്റെ കാല് പിടിക്കണം. ഭർത്താവിന്റെ കാല് പിടിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. ഭർത്താവിൻ്റെ ഭാര്യയുടെ കാല് പിടിച്ചൂടെ? പക്ഷെ ഒന്നാം ബാധ്യത ഭർത്താവിൻ്റെ ഭാര്യ പിടിക്കലാണ്. അതാണ് കുടുംബത്തിൻ്റെ മഹിമയും. ഭർത്താവിൻ്റെ കാല് ഭാര്യ പിടിക്കുക. നിങ്ങളുടെ കാല് നിങ്ങളുടെ നിങ്ങളെ കാല് പിടിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ നിങ്ങളെ ഭാര്യ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് കൈപ്പൊക്കാം. ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 ആളുണ്ട്, 3 ആളുണ്ട്. അൽഹംദുലില്ലാ. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈപ്പൊക്കാം. ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 ആളുണ്ട്, 4 ആളുണ്ട്, 5 ആൾ എങ്കിൽ ഒരാളും കൂടി ഉണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ കാല് പല സ്ഥിരമായി പിടിക്കാറുണ്ട്, ഞാൻ അവളെ കാലും സ്ഥിരമായി പിടിക്കും. മാപ്പാക്കണം. എന്തിനാണ് വിട്ട് പുറത്തു തരണം, ക്ഷമിക്കണം. അവൾക്ക് നമ്മളെക്കാൾ വില ഉണ്ട്. കാരണം അവൾക്ക് കുറഞ്ഞ കാര്യം കൊണ്ട് സ്വർഗത്തിൽ കിടക്കാം. നമുക്ക് കോടാനക്കോടി കാര്യം കൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. അവൾക്ക് കുറഞ്ഞ കാര്യം മതി. ശുദ്ധി ഉണ്ടാകുമ്പോൾ 5 വക്ത് നിസ്കരിക്കുക, റമദാൻ നോമ്പെടുക്കുക, പിന്നെ അമ്മക്ക് വെളിപ്പെടുക. അതിന് 3 ഒഴിവ് ഓക്കെയാണ്. ഓളല്ലേ മേലെ. നമുക്ക് പള്ളി നന്നാക്കണം, മദ്രസ നന്നാക്കണം, പള്ളി കമ്മിറ്റി, സംഘടന, UDF LDF എന്തൊക്കെ നന്നാക്കണം. ഇതിനൊന്നും ബാധ്യത ആർക്കില്ല. ഓട്ടോറിക്ഷ കയറി കുത്തിരുന്ന എൻ്റെ പെണ്ണുങ്ങൾ ചോദിക്കും, ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? മനസ്സിലായില്ല?
വോട്ടിന് പോവുകയായിരിക്കും രണ്ടാളും. അപ്പോൾ ഭാര്യ ചോദിക്കും, അല്ല ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ പറയും എന്ത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്താ, ചിലപ്പോൾ പറയും ഞാൾക്ക് ചെയ്താളാ എന്ന്. ആൾക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചോദിക്കും ഞാൻ ഇന്നാൾക്ക് ചെയ്താളാ. എന്തുകൊണ്ട്? ഭർത്താവ് തന്നെയാണ്. ഭർത്താവിൻ്റെ വാക്കിന് വിലയുണ്ട്. ഭർത്താവിന് വിലയുണ്ട്. ഭർത്താവ് ഇന്നാൾക്ക് വോട്ട് ചെയ്താളെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. അത് എന്താ പറയുക മലയാളിയുടെ ഉന്നതമായ രാഷ്ട്രീയ ബോധം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മനസ്സിലായില്ല? ഭർത്താവിൻ്റെ ബോധത്തിന് താഴെ ആർക്ക് ബോധമുള്ളൂ? ഭാര്യക്ക്. നിങ്ങൾ പറയാണ് ഇന്ന് ഈ കൊല്ലം തൽക്കാലം ഇന്നർക്ക് വോട്ട് ചെയ്താളാന്ന് പറഞ്ഞാൽ അതന്നെയാണ് അവിടെ നിയമം. അതന്നെ നിയമം. പഴയ കാലത്ത് എല്ലാവരും കൂടി വന്ന് കാണൂല. ഭർത്താവിനെ ഒന്ന് കണ്ടാൽ തന്നെ, ബാപ്പാനെ കണ്ടാൽ തന്നെ വോട്ട് കിട്ടി. ഇന്ന് അങ്ങനെയല്ല, ബാപ്പാനെ കണ്ടാൽ പോരാ. ബാപ്പ എന്ത് പറയും? പിന്നെ ചിന്ന കണ്ടിട്ട് കാര്യങ്ങൾ ഓളെ കണ്ടാളാ, ഓള് പറഞ്ഞ മാതിരി കുട്ടികളെ കേൾക്കുള്ളൂ. ഇന്ന് ബാപ്പ പഴയ ഒരു നാട്ടി മാത്രം, ഒരു നാട്ടി കരിങ്കണ്ണ നോക്കി അറിഞ്ഞാണ്ടുണ്ടല്ലോ. ബാപ്പ സിറ്റ് ഔട്ടിലുണ്ടെങ്കിൽ നായ്ക്കളൊന്നും കയറൂല. അപ്പം പെരയിൽ എന്താ പറയുക, ഈ കൃഷിക്കൊക്കെ നാട്ടി വെച്ച മാതിരി സാധനം മാത്രമാണ് ഇന്നിപ്പോൾ പെരയിൽ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെ രണ്ടാം ഭാഗം പറയും, അത് അവസാനിപ്പിക്കും. അകപ്പെടൽ എന്ന് പറഞ്ഞാൽ കടണ്ടാകലല്ല, രോഗം ഉണ്ടാകലല്ല, ഒന്നുമല്ല. നാട്ടുകാരെന്നെ ചീത്തറയലല്ല, ഒന്നുമല്ല. അകപ്പെടൽ നിന്റെ നരകത്തിൻ്റെ വഴി നീ തുറക്കലാണ്. നീ പെണ്ണാണെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടും. ഭർത്താവ് 1000 കുറ്റം പറഞ്ഞാലും ഭയമുണ്ടരുത്. ഒക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ അർത്ഥം ഭർത്താവ് കുറ്റം പറയണമെന്നല്ല, എന്നാലും ഭയമുണ്ടരുത്. 100 അടിക്ക് ശബ്ദം ചെയ്തപ്പോഴും മിണ്ടാതിരുന്ന പെണ്ണിൻ്റെ കഥ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഒരു പാഠമല്ലേ, അതിൽ പാഠമില്ലേ? ഞാൻ ഈ ആഴ്ച എൻ്റെ ഭാര്യയോട് ആ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു പാഠമുണ്ട്. സത്യത്തിൽ പ്രത്യക്ഷത്തിൽ അനീതിന് തോന്നിപ്പോവും. എന്താ അവിടെ ഖുർആൻ പഠിപ്പിക്കണേ? ഇതൊക്കെ പറയാനുള്ള അവകാശം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. തല്ലലൊന്നുമല്ല. കുറച്ച് ഞാൻ വിഷയം മാറി. ഇനിയിപ്പോൾ എന്താ ഈ ശപഥം നിറവേറ്റാൻ വേണ്ടി ബേജാറായി അയ്യൂബ് നബിക്ക്. അപ്പോൾ അള്ളാഹു ഉപായം പറഞ്ഞു കൊടുത്തു. എന്ത്? ചെറിയ പുൽക്കതിരി, എന്നിട്ട് ഒരു അടി അടിക്കുക, മെല്ലെ ഒന്ന് കൊട്ടുക. ഇപ്പം എന്തായി? 100 അടി കൊണ്ട് അടിച്ചല്ലോ. ശപഥം നിറവേറ്റി. ഇത് പെണ്ണ് ഒതുങ്ങി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ 100 അടിയാണ് വരാണ്ടറി. എൻ്റെ അക്കാക്കയും ഇക്കാക്കാൻ്റെ ആളിയന്മാരൊക്കെ വന്ന ഞങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ചവിട്ടിയിട്ട് ഒരൊറ്റ ചവിട്ടി നിങ്ങൾ ബാക്ക് കൂടി നിങ്ങളിപ്പോൾ ഉണ്ടപ്പെട്ടി പുറത്തേക്കാണ് എന്ന് പറയാൻ നിനക്ക് മനസ്സിലായോ? അപ്പോൾ ഈ മോശപ്പെട്ട പെണ്ണാണ്. ഉണ്ട് അതൊക്കെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിൻ്റെ കർത്തം ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലണമെന്നോ തല്ലാൻ ശപഥം ചെയ്യണോ എന്നൊന്നുമല്ല. ഒതുങ്ങൽ. പെണ്ണിൻ്റെ അമല് സ്വലാത്തല്ല. സ്വലാത്ത് ചെല്ല. പക്ഷേ ഏറ്റവും വലിയ സ്വലാത്ത് എന്താണ്? ഓള് ഖുർആൻ ഓതാൻ വേണ്ടിയിരുന്നു. ഓള് സുന്നത്ത് നോമ്പ് വിൽക്കണമെങ്കിൽ, മനസ്സിലായില്ല, ഭാര്യ സുന്നത്ത് നോമ്പ് വിൽക്കണമെങ്കിൽ ആര് പറയണം? ഭർത്താവ് പറയണം. ഭർത്താവ് പറഞ്ഞു ആയിക്കോട്ടെ. ഉച്ചക്ക് പറഞ്ഞു എന്ത്? രാത്രി പറഞ്ഞു നാളെ സുന്നത്ത് നോമ്പ് വിട്ടുള്ളൂ. രാവിലെ 10 മണി 11 മണിക്ക് മൂപ്പർക്ക് തോന്നി എന്ത്? ഈജിന്ന് സുന്നത്ത് നോമ്പ് വിൽക്കണ്ട. നിങ്ങൾക്ക് എത്ര തൊള്ളയാ? പറയാൻ പറ്റൂല. നിങ്ങളല്ലേ? അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ തോന്നി, ഇപ്പം ഇങ്ങനെ തോന്നി. ഇതിനൊക്കെ ഉള്ള അവകാശം ആർക്കുണ്ട്? അതാണുണ്ട്. അപ്പം ഇതൊക്കെ അകപ്പെടൽ. കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക, ഇതൊക്കെ അകപ്പെടലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം അടിമത്തം എന്നൊന്ന് മനസ്സിലാക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുങ്ങിക്കൊടുത്ത് സംശുദ്ധമായൊരു ജീവിതം നയിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ വഅത്ബാഇഹി വനസ്റാഇഹി വസഹബിഹിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ صراط الذين أنعمت عليهم غير المغضوب. بسم الله رب العالمين مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.